കൺഗ്രാറ്റുലേഷൻസ് മിസ് മൊനാലി. ഹെഡ്ക്വാർട്ടേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഇത്തരം ഗ്രാൻഡായ ഒരു സെറിമണിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒടുവിൽ മാനേജ്മെന്റിന് നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് മനസ്സിലായെന്ന് തോന്നുന്നു. ഇറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ്. ഒരു പക്ഷേ ഇത്തവണ എന്റെ തലയിലെഴുത്ത് നല്ലതായിരിക്കും. മിസ് മൊണാലിയ, നിങ്ങൾ വളരെ ഡൗൺ ടു എർത്ത് ആണ്. ഇത്രയും ചെറിയ പ്രായത്തില് ഇത്രയും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുക നിസ്സാര കാര്യമല്ല. എന്റെ മോൾ അല്ലെങ്കിൽ ചെറുപ്പം തൊട്ടേ സ്മാർട്ടാ. എന്നും എല്ലാത്തിലും അവള് മുന്നിലായിരുന്നു. അത് ശരിയാ. എന്റെ അനിയത്തി ഉണ്ടാക്കിയ ഡിസൈൻസ് ഒക്കെ അവളുടെ എക്സ്പെരിമെന്റ്സ് ആയിരുന്നു. ഇന്നിപ്പോ ഹെഡ്ക്വാർട്ടേഴ്സ് മൊത്തം അത് തിരിച്ചറിഞ്ഞിരിക്കുക. എന്തായാലും അവളുടെ ഫ്യൂച്ചർ നല്ല ബ്രൈറ്റാ അല്ലേ? എന്തായാലും മിസ് മൊണാലി, നിങ്ങൾ വളരെ ടാലന്റഡ് ആണ്. താങ്ക് യു മാം. അതാണ് മൊണാലി. അല്ല, അവളുടെ ബോയ് ഫ്രണ്ട് എവിടെ? മൊണാലിയെ കാണാൻ ഇന്ന് എന്തൊരു ഭംഗിയാ. ഇന്നത്തോടെ ഞങ്ങളുടെ കാര്യം എല്ലാവരും അറിയും. ഞങ്ങളുടെ വിവാഹം ഉടനെ നടക്കുകയും ചെയ്യും. മൊണാൽ, ഹലോ എവ്രിവൺ, ഗുഡ് ഈവനിങ്. സോ ഇന്ന് എനിക്ക് കിട്ടാൻ പോകുന്ന അവാർഡുമായി ബന്ധപ്പെട്ട് എനിക്കിവിടെ ഒരാളോട് പ്രത്യേകമായിട്ട് നന്ദി പറയാനുണ്ട്. അയാൾ എന്നെ ഇത്രയ്ക്ക് സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഈ ഒരു വേദിയിൽ എത്തിപ്പെടാൻ പറ്റില്ലായിരുന്നു. അയാൾ എൻ്റെ സ്വപ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഓരോ ചുവടിലും എന്നെ സപ്പോർട്ട് ചെയ്തു, എന്നെ മോട്ടിവേറ്റ് ചെയ്തു. അയാളുടെ ഐഡിയയും സഹായം കൊണ്ടാണ് എനിക്ക് ഈ യാത്രയിൽ ഇത്രയും മുന്നേറാനുള്ള ആത്മവിശ്വാസം ഉണ്ടായത്. ഇന്നത്തെ ഈ വിശേഷ അവസരത്തിൽ ഞാൻ എൻ്റെ മനസ്സിലുള്ള മുഴുവൻ സ്നേഹവും മുഴുവൻ നന്ദിയും ആ മനുഷ്യനെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് അവൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക ഈ മൊണാലി എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടാൻ വേണ്ടി. ശരിയാ. ഫിയർ എപ്പോഴും ഓവർ ടൈം എടുക്കാറുണ്ട്. അതിനിടയിൽ എപ്പോഴൊക്കെ സമയം കിട്ടും അപ്പോഴൊക്കെ കേക്ക് വെക്കുകയും ചെയ്യും. അത് മാത്രമല്ല, പാതി രാത്രി വരെ ഡിസൈൻസിൽ വർക്ക് ചെയ്യലുണ്ട്. അവനെ പോലെ ഒരു അധ്വാനിക്കുന്ന പയ്യനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അത് ശരിയാ. ഇന്ന് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അറിയിക്കുന്ന സ്ഥാനം വീറിന് കിട്ടും. ആ വലിയ മനുഷ്യനോട് നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ അയാളെ പ്രൊപ്പോസ് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നു. അയാളോടൊപ്പം മുഴുവൻ ജീവിതവും കഴിച്ചുകൂട്ടാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ആ മനുഷ്യന്റെ പേര് മിസ്റ്റർ വേദാന്ത്. വേദാന്ത് കപൂർ. ഇത് സത്യവും വഴിയില്ല. There he is. കഥയിൽ അടുത്തതായി എന്ത് സംഭവിക്കുമെന്നറിയാൻ ഡാഷ് റീൽസ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.